that is from 4th to 10th March. Today we are conducting this awareness talk on LPG safety. Today coincides with the International Women's Day also. So we thought of conducting a program that will be beneficial to all the communities, especially for ladies as well as gents who are taking care of our kitchen activities. It will be beneficial for them also. So we thought now majority of us are using LPG as the cooking gas. Slowly this is moving to LNG. I think within 2 to 3 years the Sir, please unmute your audio, sir. Okay, right. So we were talking about our Safety Week celebration. So today is the 5th day. Tomorrow we are having that elocution competition, and 10th of March we are having eye checkup for truck drivers. That is especially for IOCL, BPCL and HPCL in Seaport Airport Road that we are conducting. And the valedictory function of various competition conducted by National Safety Council Kerala chapter, that is on 10th March 2021. So today Mr. Alamgir Khan will be handling the session on awareness on LPG safety. So he will be leading the session, attractive session, the presentations and videos. So let us go to his presentation. Alamgir Khan is Assistant Manager HSE Bharat Petroleum Corporation Kochi Refinery. And he was also with me when I was in the HSE section also. So we can go to Alamgir Khan's presentation on awareness on LPG safety. Okay to Alamgir Khan. Thank you, sir, for a fantastic introduction. Okay. I'm now switching on to Malayalam because most of the people will be in mainly housewives and all will be joining for the meeting. So ഞാൻ മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. രമേഷ് സാറ് നല്ലൊരു ഇൻട്രൊഡക്ഷനെ പറ്റി തന്നു കഴിഞ്ഞു. ഞാൻ എന്നെ പറ്റി ഒന്നും ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പ്രസന്റേഷനിലേക്ക് കിടക്കുകയാണ്. എന്റെ പ്രസന്റേഷൻ കാണാമല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ കാണുന്നില്ല. ഓക്കെ വരട്ടെ.
Okay. Okay, Alam. Okay. Proceed. Okay, LPG safety. LPG പറ്റി ലിക്വിഫൈഡ് ദ്രവീകൃത പെട്രോളിയം ഗ്യാസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്രോളിയത്തിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. കാരണം ഇത് LPG ഉണ്ടാകുന്നത് ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിയത്തിൽ നിന്നുമാണല്ലോ. പെട്രോളിയം ക്രൂഡ് ഓയിലും രണ്ടും ഒന്ന് തന്നെയാണ്. പെട്രോളിയം എന്നുള്ള വാക്കിന് അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് ഓയിൽ, എന്താണ്, പാറയിൽ നിന്ന് കിട്ടുന്ന ഓയില് എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. എങ്ങനെയാണ് ഈ റോക്ക് ഓയിൽ അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ പെട്രോളിയം എങ്ങനെയാണ് ഉണ്ടായതെന്നും ഒന്ന് ജസ്റ്റ് അതിന്റെ ഒരു ചരിത്രം നമുക്കൊന്ന് നോക്കാം. 3000 BC തന്നെ സുമേറിയൻസ് ഈ പറയുന്ന പണ്ട് കാലത്ത് കുഴിച്ചെടുക്കുന്നതിന് പകരം ഭൂമിക്ക് അടിയിൽ നിന്ന് തന്നെ മുകളിലേക്ക് വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്രൂഡ് ഓയിൽ എന്താ താഴ്ന്ന് പ്രഷർ കാരണം, ഭൂമിയുടെ അകത്തെ പ്രഷർ കാരണം കൊണ്ട് ക്രൂഡ് ഓയില് ഭൂമിക്ക് വെളിയിലേക്ക് മണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആ വരുന്ന ഈ ദ്രാവകത്തെ അവിടെയുള്ള ആളുകൾ തുണിയിലും മറ്റും തുടച്ചെടുക്കുകയും അത് അവരുടെ കയ്യിൽ സൂക്ഷിച്ച് പിഴിഞ്ഞ് ഒരു കുപ്പിയിൽ സൂക്ഷിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. അപ്പൊ അവര് ആ വന്നുകൊണ്ടിരിക്കുന്ന ദ്രാവകം എന്തായിട്ട് ഉപയോഗിച്ചിരുന്നു? അതൊരു ഒട്ടിക്കാവുന്ന ഒരു അസ്ഫാൾട്ട്, ഒരു ടാറ് പോലെയൊക്കെ ആയിട്ട് അത് ഉപയോഗിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഈജിപ്ഷ്യൻസ് അവരുടെ രഥത്തിന്റെ ടയറ്, രഥത്തിന്റെ ചക്രം ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കിരിഞ്ഞു വന്നിരുന്ന ഈ ദ്രാവകത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മെസപ്പൊട്ടേമിയൻസ് ആണെങ്കിൽ ഈ വരുന്ന ദ്രാവകത്തെ ബോട്ട്, അവരുടെ വഞ്ചികള് മീനെണ്ണക്ക് പകരം സീൽ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ക്രൂഡ് ഓയിലിന്റെ ഒരു ചരിത്രം. പിന്നെ 600 BC-കളിൽ കൺഫ്യൂഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 100 അടി താഴ്ചയുള്ള ഇതേപോലെയുള്ള പെട്രോളിയം കുഴിച്ചെടുക്കുന്ന രീതികളെ പറ്റി കൺഫ്യൂഷ്യസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1500 AD-കളിൽ ചൈനക്കാര് ഓയില് കുഴിച്ചെടുത്തു തുടങ്ങി. 2000 അടിക്ക് മുകളിലുള്ള കുഴികളെടുത്ത് അവർ കുഴിച്ചെടുത്തു തുടങ്ങി. പിന്നെ ഇംഗ്ലണ്ടിലാണ് പിന്നെ റോക്ക് ഓയിൽ റിഫൈനറി എന്നൊക്കെ പറഞ്ഞ് ഒരു റിഫൈനറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഇംഗ്ലണ്ടുകാര് ഈ പറയുന്ന ഈ കിനിഞ്ഞു വന്നിരുന്ന ദ്രാവകത്തിനെ പിഴിഞ്ഞെടുത്ത് അത് ഒരു ഔഷധ ഗുണമുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു പല രോഗങ്ങൾക്കും. അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തി ആ പറയുന്ന ഈ ദ്രാവകത്തെ ചൊവ മാറാനായിട്ട്, ഒരു ടേസ്റ്റ് മാറാനായിട്ട് പുള്ളിയുടെ റമ്മ് വാറ്റുന്ന ഒരു എക്യുപ്മെന്റിലിട്ട് വാറ്റിയെടുത്തു കഴിഞ്ഞപ്പോ കറുത്ത കളറില്ലാത്ത ഒരു ദ്രാവകം കിട്ടുകയും അത് കുടിച്ചു നോക്കിയപ്പോ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല എന്ന് കണ്ടെത്തുകയും ഈ പറയുന്ന ഈ ദ്രാവകം വിളക്ക് കത്തിക്കാൻ നല്ലതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പറയുന്ന ക്രൂഡ് ഓയിലിനെ ഒരു ഫ്യൂവലായിട്ട്, ഒരു ഇന്ധനമായിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. പിന്നീട് പല റുമേനിയയിലും റിഫൈനറികൾ തുടങ്ങി. പിന്നെ അരിക്കലാമ്പ് അറിയായിരിക്കും. അരിക്കലാമ്പ്, ഫ്ലാറ്റ് വിക്ക് കെറോസിൻ ലാമ്പ് വന്നു. അതാണ് അരിക്കലാമ്പ് എന്ന് പറയുന്നത്. പിന്നീട് പല റിഫൈനറികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വന്നു. ഏറ്റവും അവസാനം 1908-കളിൽ മോഡൽ ടി മോഡൽ ഫോർഡിന്റെ ആദ്യത്തെ വണ്ടി പുറത്തിറങ്ങി. അപ്പോൾ ഈ ഇന്ധനം അതിനുശേഷം പിന്നെ ഈ പറയുന്ന ഓയിൽ ബിസിനസ് വളരെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത്. 1908-ന് മോഡൽ ടി, ഫോർഡിന്റെ മോഡൽ ടിയുടെ വിപണനത്തിന് ശേഷം വളരെയധികം വിപണി മൂല്യം ഉള്ള ഒരു വസ്തുവായി മാറി ഈ പറയുന്ന ക്രൂഡ് ഓയിൽ. അത് ഇന്ന് ഏറ്റവും Alamgir, sorry for the interruption. Can you kindly speak in English? Messages or requests are coming. Can you kindly speak in English? Okay, I can switch it. I can switch it to English. Okay, so this is the history of the petroleum industry. So from 3000 BC onwards and to 1908, Model T, Ford started making Model T cars. From that itself, I have already told, these all the things happened. We have digged oil from in a very commercial level from 1908. Then petroleum refining, and I already told the
commercial requirement of crude oil increased like anything else after 1908. Petroleum refining, this is the model of refining. Okay, there is a crude oil coming into the reactor, or and in different temperature level product will be taking out, and at the bottom area bitumen will be taking. Bitumen is nothing but our tar, and on the top only we are getting LPG ഏറ്റവും മുകളിലാണ് കിട്ടുക. In the top area we will get LPG, and that LPG is crude oil വാറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. We are refining crude oil and we are getting LPG on top. And other products, kerosene, gasoline, diesel, fuel oil, bitumen and all, we will get as a side products. And we are more concerned about, in today's class, we are more concerned about the top product, that is LPG, liquefied petroleum gas. And we are moving on to its properties. LPG is a mixture of light hydrocarbons, C3 and C4 derived from petroleum, which is in gaseous form at ambient temperature and pressure, and may be condensed to liquid state at a normal temperature by applying moderate pressure. 3 കാർബണും 4 കാർബണും ഉള്ള ഹൈഡ്രോകാർബണുകളുടെ ഒരു സമുച്ചയമാണ് ഈ LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിന്റെ LPG-യിൽ മേജർ ആയിട്ട് കാണുന്നതാണ് ഈ C3. 3 കാർബണുള്ള സാധനങ്ങളെ നമ്മൾ പറയും പ്രൊപ്പൈൻ എന്നും, 4 കാർബണുള്ള വസ്തുക്കളെ നമ്മൾ വിളിക്കും ബ്യൂട്ടൈൻ എന്ന് വിളിക്കും. 55% propane and 45% butane is the ratio of LPG. These hydrocarbons are gaseous in nature at atmospheric temperature and pressure. ഇവയെല്ലാം എന്താണ് വാതക രൂപത്തിലാണുള്ളത്. നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും എന്താണ് ഇതെല്ലാം വാതക രൂപത്തിലാണുള്ളത്. They have the special property of becoming liquid at atmospheric temperature if moderately compressed and reverting to gas when the pressure is sufficiently reduced. ഇതിനെ നമുക്ക് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും, അതിനെ ലിക്വിഡ് ആക്കാനും ആ പ്രഷർ അങ്ങ് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അധികം പ്രഷർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഗ്യാസ് ആയിട്ട് തിരിച്ച് കൊണ്ടുവരാനും സാധിക്കും. Advantages is taken of this property to transport, store and handle the LPG in liquid state. ഇതിന്റെ ഈ പ്രത്യേകതയാണ് നമുക്ക് ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനും, അത് അടുക്കളയിൽ ഒരു ചെറിയ ഏരിയയിൽ കൊണ്ടുപോയി വെക്കാനും, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുനടക്കാനും സാധിക്കുന്നത്. ഇതിന്റെ ഈ പ്രത്യേകതയാണ്. എന്ത് പ്രത്യേകതയാണ്? ഇതിന്റെ ഈ ഗ്യാസിനെ ഇത്ര 250 ലിറ്റർ ഉള്ള ഗ്യാസിനെ അതിനെ 1 ലിറ്റർ ലിക്വിഡ് എന്നുള്ള രീതിയിലേക്ക് ചുരുക്കിയിട്ടാണ് ഈ പറയുന്ന ഈ സിലിണ്ടറിൽ വെച്ചിരിക്കുന്നത്. അപ്പോ 1 ലിറ്റർ ലിക്വിഡ് LPG 250 ലിറ്റർ ഗ്യാസ് ആയി മാറും. നമ്മൾ കത്തിക്കുന്നത് ഗ്യാസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം 1, 2, 3 മാസം നമുക്ക് ഈ LPG സിലിണ്ടർ we are getting for usage in our kitchen. So I am just telling that in Malayalam also, because a lot of people I already conveyed it will be on Malayalam, that's why I am switching in between English and Malayalam. Then Indian Standard 4576 is the base for this LPG cylinders construction. Advantages of LPG. LPG-യുടെ ഗുണഗണങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത്. To avoid deforestation, എന്താണ് കാടുകളുടെ നാശം കുറക്കാനായിട്ട് ഒരു പരിധിവരെ LPG സഹായിക്കുന്നുണ്ട്. We are reducing deforestation by increasing the usage of LPG. Then clean burning or no smoke. Only the things coming out of LPG burning is CO2 and water. These are all the 2 things coming if you are burning LPG. ആകെ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും മാത്രമാണ് LPG കത്തിക്കുമ്പോൾ വരുന്നുള്ളൂ. Can be controlled or regulated with no gas per need. നമുക്ക് റെഗുലേറ്റർ വെച്ചിട്ട് അതിന്റെ എത്രത്തോളം വേണം എന്ന് താഴെയുള്ള റെഗുലേറ്റർ വെച്ചിട്ടോ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നോബ് വെച്ചിട്ടോ അത് കൺട്രോൾ ചെയ്യാം. We can control the flow of LPG through knob and the regulator. അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. That I already told. Easy to transport, easy to store, pressurized vessel not required,
ഓവർ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള വെസൽ നമുക്ക് ആവശ്യമില്ല. ഇൻ എ വെഹിക്കിൾ itself we can transport the LPG cylinders and does not require a fixed network and will not deteriorate over the ഇതൊന്നും ചീഞ്ഞു പോകുന്ന സാധനമല്ല LPG. It will not deteriorate over time. 1 unit of liquid has the same energy content as 250 units of gas. And I already told, ഞാൻ ഓൾറെഡി പറഞ്ഞു 250 ലിറ്റർ ഗ്യാസിന് 1 ലിറ്റർ എന്താണ് 250 ലിറ്റർ വാതകത്തെ 1 ലിറ്റർ ദ്രാവകമാക്കിയാണ് എന്തിൽ വെച്ചിരിക്കുന്നത്, ഈ പറയുന്ന സിലിണ്ടറിൽ വെച്ചിരിക്കുന്നത്. Fuel efficiency, high proportion energy converted into heat and cost effective. These are all the advantages of LPG. Industrial and commercial applications. In major applications ആണ് പറയുന്നത് agriculture, grain drying, wheat killing, tea, coffee, tobacco curing, ഇതേപോലെയുള്ള ഇൻഡസ്ട്രികളിൽ നമുക്കിത് ആവശ്യമുണ്ട്. Automobiles we are using, paint baking we are using, heat treatment. Ceramic industries are making use of LPG. Chemicals and drug industries are making use of LPG. Electricity generation we are making use of LPG. And bulb making, tube lights. Then engineering field, metal cutting, forging, annealing, stress relieving, paint baking, powder coating, metal printing, heat treatment. These activities of engineering making use of this LPG. Then food, in food baking, boiling, frying, I don't have to tell many things about the food because you already doing all these things. Glass, melting, holding, blowing, polishing, all those things are coming in glass. And metallurgical activities, annealing, billet heating, melting, descaling, stress relieving, mold, all these things are coming in metallurgy. Metallurgy ആയിട്ട് ബന്ധപ്പെട്ടും മെറ്റൽ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ടും എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും പാക്കേജിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് യൂസേജ് ഉള്ള ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു ഗുണഗണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് LPG എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലായാലും അടുക്കളയിലായാലും ഹൗസ് ഹോൾഡ് ആയാലും കൊമേഴ്ഷ്യൽ ആയാലും there is a lot of usages for LPG worldwide. And as I am a Bharat Petroleum Corporation man, these are all the products we are selling for as an LPG. LPG household red type are available and commercial types we are selling. And for metal cutting, welding and all, gas cutting purpose, we are selling Bharat Metal Cutting Gas, BMCG we are calling. These are all the products available in the market in the form of LPG. Commercial cylinders are of 19 kg, 35 kg, 47.5 kg. These are all the commercial cylinders available. Commercial ആയിട്ട് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്ന സാധനങ്ങൾ, അതായത് നമുക്ക് സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറുകളാണ് കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾ. സബ്സിഡി ഉള്ള സിലിണ്ടറാണ് ഡൊമസ്റ്റിക് സിലിണ്ടേഴ്സ്. BMCG cutting welding, for cutting, welding and all, we are using gas cutting and BMCG cylinders, and these are all available in 19 kg, 35 as same as commercial cylinder it is available. Okay, ഇങ്ങനെ രണ്ട് ടൈപ്പ് സിലിണ്ടേഴ്സും കൊമേഴ്ഷ്യൽ ടൈപ്പും കട്ടിംഗ് ടൈപ്പും വേറെ ഡൊമസ്റ്റിക് അല്ലാതെ അവൈലബിൾ ആണ്. Then this is the main thing we are talking about, 14.2 kg domestic cylinders. 14.2 കിലോഗ്രാം എന്ന് പറയുന്നത് അതിലുള്ള ഗ്യാസിന്റെ വെയിറ്റ് ആണ്. ടോട്ടൽ ഏകദേശം 29 കിലോഗ്രാമോളം ഉണ്ടാവും. ടോട്ടൽ മേ ബി 29 കിലോഗ്രാം ഇൻക്ലൂഡിംഗ് ദ വെയിറ്റ് ഓഫ് ദ സിലിണ്ടർ. 14.2 is the weight of the gas filled inside that. Actually that gas will be in a liquid form. That's why we are able to store that much. Then about I told about different cylinders, and 14.2, 19, 35, 47.5, these are all the different package size of LPG cylinders. 14.2, I already told it is a domestic type of cylinder, and it can deliver 0.55 kg per hour. It can deliver if we are connecting a regulator into it. നമ്മളൊരു റെഗുലേറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.55 കിലോഗ്രാം ഒരു മണിക്കൂറിൽ എന്നുള്ള നിരക്കിൽ നമുക്ക് സാധാരണ ഡൊമസ്റ്റിക് സിലിണ്ടറിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഒരുപാട് സ്റ്റൗകളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 0.55 കിലോഗ്രാം പെർ അവറേ അത് വരുള്ളൂ.
അപ്പോൾ ഒരുപാട് സിലിണ്ടർ ആയിട്ട് കണ്ട് ചെയ്ത് അത്രത്തോളം കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ആകെ 0.55 കിലോഗ്രാം പെർ അവറേ കിട്ടുള്ളൂ. അതേപോലെ ദാറ്റ് വിൽ ബി ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിലിണ്ടേഴ്സ്. 19 kg it will be 0.65 kilogram per hour. 35 kg it will be 0.7 kilogram per hour. 47.5 kg it will be say 0.75 kilogram per hour. So as the size increasing, the amount of natural evaporation also increasing because of the size of the cylinder. Then major properties. LPG സ്വഭാവ ഗുണങ്ങളിലേക്ക് കടക്കാം. അതിന്റെ തിളനില ബോയിലിംഗ് പോയിന്റ് ഈസ് -42 to 0 degree Celsius ഡിപ്പെൻഡിങ് ഓൺ കോമ്പോസിഷൻ. ആ ഒരു റേഞ്ച് വരുന്നത് പല കോമ്പോസിഷൻസ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ദ ബോയിലിംഗ് പോയിന്റ് ഈസ് ദിസ് മച്ച് 0 degree. If we are in a climate below 0 degree Celsius or below the boiling point of LPG, like Canada and all, we will not be able to cook with the LPG cylinder because it will not give enough vapors to have a flame. So എന്തുകൊണ്ടാണ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്? അത് LPG സിലിണ്ടറിന്റെ ഉള്ളിൽ കിടന്ന് തിളക്കുകയാണ്. നമുക്ക് റെഗുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ തിളച്ച് വരുന്ന ആവിയാണ് ഈ LPG ആയിട്ട് നമ്മൾ കത്തിക്കുന്നത്. ഓക്കെ, ആ ആവി വരില്ല. 0 degree Celsius താഴെയുള്ള രാജ്യങ്ങളിൽ പോയി LPG സിലിണ്ടർ വെച്ചിട്ട് കത്തിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ ഹിമാലയങ്ങളിലൊക്കെ പോയി കത്തിച്ച് കണക്ട് ചെയ്ത് കത്തിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ താഴെ ആയതുകൊണ്ട് ഇത് LPG ലിക്വിഡ് തിളച്ച് അതിന്റെ ഗ്യാസ് ആയി പുറത്തോട്ട് വരാണ്ടിരിക്കും. സോ ഇറ്റ് വിൽ ബി only useful if the temperature is above boiling point of LPG gas. Then vapor pressure is 5.3 kilogram per centimeter square at room temperature. That means actual pressure inside the cylinder is 5.3 kilogram per centimeter square. 5.3 kilogram per centimeter square ആണ് റൂം ടെമ്പറേച്ചറിലുള്ള LPG സിലിണ്ടറിന്റെ പ്രഷർ എന്ന് പറയുന്നത്. അതായത് 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ വിരലിന്റെ ഈ അറ്റമാണ്. അതില് 5.5 കിലോയോളം പ്രഷർ, 5.5 കിലോയോളം വെയിറ്റ് കയറ്റി വെക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്ന പ്രഷർ എന്ന് പറയുന്നത്. Then 16.8 kilogram per centimeter square at 65 degrees Celsius. Its design capacity is 16.8 kilogram per centimeter square that we have achieved by calculating its pressure, its vapor pressure at 65 degrees Celsius. Liquid specific gravity. Specific gravity എന്ന് പറഞ്ഞാൽ ഇതിൽ LPG ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് LPG വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കും. പക്ഷെ ലിക്വിഡ് LPG നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അത് സിലിണ്ടറിന്റെ അകത്തല്ലേ. അപ്പോൾ ആ സിലിണ്ടറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഉണ്ടെങ്കിൽ പോലും LPG ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിയ കിടക്കുക. അതാണ് ലിക്വിഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. Then relative vapor density, that is relating to the air. If LPG has leaked and it will be settled at the ground level because the density in comparison with the air, the LPG have a higher 2 times density than the air, so it will be at the ground level. ഈ തറ ലെവലിലായിരിക്കും നമ്മളുടെ ഈ LPG ലീക്ക് ആയി കഴിഞ്ഞാൽ LPG ഗ്യാസുകൾ വന്നിരിക്കുക. കാരണം അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എയറിന്റെ ഡെൻസിറ്റിയുടെ ഇരട്ടിയാണ്. അതുകൊണ്ട് താഴെ, അതായത് വെള്ളം പുറത്തോട്ട്, യു ഇമാജിൻ വാട്ടർ is spilling out of a tap and it is settled on the ground. In that way only you can think about LPG spillages. It will go in ground level, and if there is a ditch, it will fill the ditch first, then only it will go after that. There is a drainage, it will be going into the drainage only, not to the downstream of the drainage area. Then ignition temperature is 500 degrees Celsius. If we are increasing the temperature more than 500 degrees Celsius inside a vessel containing LPG and oxygen mixture, it will ignite. There is no need of any spark. Then colorless. It is colorless when leakage of either liquid or vapor occurs the surrounding area. എന്തുകൊണ്ടാ നോക്കുകയാണെങ്കിൽ this is the LPG. ഇതാണ് LPG. കാണാൻ പറ്റുന്നുണ്ടോ സാറേ? റെസ്പോണ്ട് ചെയ്യാമോ എന്റെ കയ്യിൽ? എനിക്ക് whether it is visible LPG? Yes sir, it's visible. Yeah, this is LPG. Actually this is real LPG, and this is the
high quality glass. It can withstand 5.8 kg of pressure. So you can see this is the LPG you are seeing, and this is the pressure holding arrangement on the top. And it is orderless. Actually, it is orderless. We are adding 20 ppm of ethyl mercaptan to identify if there is a leak. 20 ppm ethyl mercaptan also we are dosing to get its order while it is leaking. Otherwise, if we are not adding any ethyl mercaptan, there won't be any smell for LPG. Then explosive limit, if it is less than 1.8 1.8 percentage, this LPG oxygen mixture will not burn. And if it is more, the LPG content in the air is less than 10 also, it will not, more than 10 also, it will not explode. It will not explode. So if LPG percentage is between 1.8 and 10 only, the explosion will happen. If ഞാൻ ഈ എയറിൽ ഈ വായുവിൽ നമ്മൾ LPG ഗ്യാസ് 1.8% അല്ലെങ്കിൽ 10% ഇടക്കാണെങ്കിൽ മാത്രമാണ് എക്സ്പ്ലോഷൻ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല. 1.8 താഴെയാണെങ്കിലും എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല, 10% മുകളിലാണെങ്കിലും എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല. അതായത് ഈ റൂമിൽ, ഞാൻ ഇരിക്കുന്ന റൂമിൽ 100% LPG ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തീപ്പെട്ടിക്കൊള്ളി അരച്ചു കഴിഞ്ഞാൽ ഇത് കത്താൻ പോണില്ല. If I am using a matchbox by filling my room with full LPG, then there won't be any explosion. There is a need of air that I will come later. Expansion ratio is 1:250. I already told. ഞാൻ already പറഞ്ഞു 250 ഗ്യാസിനെയാണ് 1 ലിറ്റർ ലിക്വിഡ് ആക്കി വെച്ചിരിക്കുന്നത്. We are converted 250 liter of gas into 1 liter of liquid. That's why we are getting that much of service of LPG, because the volume occupied by the liquid will be very less. And toxicity is a non-poisonous. LPG is a non-poisonous gas. But if it is in a higher quantity, oxygen will be displaced and we will suffocate. വലിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടുള്ള ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലാതെ ആസ് ഇറ്റ് ഈസ് LPG പോയിസണസ് അല്ല. ബോയിലിംഗ് പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സബ്-സീറോ, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ സബ്-സീറോ temperature, we can't use this for a cooking purpose because it is well below the boiling point and it will not give enough vapor. ആവശ്യത്തിന് LPG ഗ്യാസ് തരാതെ നമുക്ക് കുക്കിംഗ് ബുദ്ധിമുട്ടായി വരും. എന്ത് 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് നമ്മുടെ കേരളത്തിലെ ടെമ്പറേച്ചർ എങ്കിൽ നമുക്ക് LPG യൂസ് ചെയ്യാൻ പറ്റില്ല കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അത് പെട്രോൾ എടുത്ത് ഒരു സിലിണ്ടറിലാക്കി ഒരു ഗ്യാസ് ഒരു വയർ ഹോസും കണക്ട് ചെയ്ത് സ്റ്റൗവിൽ പിടിപ്പിക്കണ പോലെ ഇരിക്കും. It is just like filling petrol inside a cylinder and taking hose on the top and putting into a stove. It is just like that if it is the temperature is less than 0 degree. LPG vapor can also be liquid refrigeration. And these are all the markings in the cylinder and top area. This marking is actually the weight of the cylinder, empty weight of the cylinder. 16. This is not the actual LPG content weight. This is weight of the container. Okay. Then next is switch off regulator when not in use. Regulator need to be switched. That is the indication. Regulator off ആയിരിക്കണം, യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണത്. പിന്നെ നെറ്റ് വെയിറ്റ് 14.2 is the net weight. Net weight means the product weight. LPG അതിൻ്റെ ഉള്ളിൽ എത്രയുണ്ട്? 14.2 kg ആണ് ഉള്ളത് എന്നാണ് അത് പറയുന്നത്. Then this is the ring. വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വാൽവ് പ്രൊട്ടക്ഷൻ റിംഗ് ആണത്. ഈ റിംഗ് ആണ് മെയിൻ വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. Then check seal on delivery. While delivering, you need to check the seal whether it is tampered or not. That is ഇതല്ലാട്ടോ സീല്. This is not the seal we are talking about. This is not the seal we are talking about. സീൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു കവറിങ് വരില്ലേ, അതാണ് സീല് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ഈ കാണുന്ന ഈ ഭാഗത്തിന് മുകളിൽ കാണുന്ന ഒരു സീല് കൂടി വരും. ആ സീലാണ് എന്ത് ഈ പറയുന്ന സീല്. ചെക്ക് സീൽ ഓൺ ഡെലിവറി. Then next another lettering എന്താണ്? For domestic use only. That is the other thing we can see on top of LPG cylinder. For domestic use only, because it is a
government paying some money for these LPG cylinders for giving it to the domestic people. So that is the these are all the lettering we can see on a LPG cylinder. And this is the exploded view of LPG cylinder. Then this is valve protection ring. ഇത് വാൽവിനെ സംരക്ഷിക്കാനുള്ള റിംഗ് ആണ്, വാൽ പ്രൊട്ടക്ഷൻ റിംഗ്. സ്റ്റേ പ്ലേറ്റ് വാൽ പ്രൊട്ടക്ഷൻ റിംഗിന് ഇരിക്കാനുള്ള സ്റ്റേ പ്ലേറ്റുകളാണിത്. ദിസ് ഈസ് ദ സ്റ്റേ പ്ലേറ്റ് ഫോർ VP റിംഗ്. ആൻഡ് ദിസ് ഈസ് ബങ്ക് ഏരിയ. ഇതാണ് ബങ്ക്. ബങ്കിന്റെ മുകളിലാണ് ഈ വാൽവ് ഇരിക്കുന്നത്. ഈ വാൽവ് ഇരിക്കുന്നത് ബങ്കിന്റെ മുകളിലാണ്. ഇത് മുറിച്ച് വെച്ചേക്കുന്ന ഒരു പോർഷനാണ്. The valve will be on top of will be fitted to the bunk area. Then upper half means ഇവിടെ ഒരു വെൽഡ് ജോയിന്റ് ആണ്. അതിന്റെ മുകളിലുള്ളത് അപ്പർ ഹാഫ് എന്നും താഴെയുള്ളത് ലോവർ ഹാഫ് എന്നും പറയും. Then foot ring. ഇവിടെ ഒരു ഫുട്ട് റിംഗ് ഉണ്ടാവും. ഏറ്റവും അടിയിലുള്ള ഭാഗം ഫുട്ട് റിംഗ് ആണ്. This is the lower most portion and there will be six hollow holes will be there. That is to identify which company cylinder it is. ഏത് കമ്പനിയുടെ സിലിണ്ടർ ആണെന്ന് മനസ്സിലാക്കാനാണ് ഈ 6 തുളകൾ ഈ ഫുഡ് റിംഗിലുള്ളത്. VPCLന്റെ ആണെങ്കിൽ ഭാരത് പെട്രോളിയത്തിന്റെ ആണെങ്കിൽ 6 തുളകളായിരിക്കും ഉണ്ടാവുക. ദിസ് ഈസ് അബൌട്ട് സിലിണ്ടർ ആൻഡ് മാർക്കിംഗ്സ്. വേറെ മാർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VP റിംഗ്. ഐ ഓൾറെഡി ടോൾഡ്. VP റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവിനെ സംരക്ഷിക്കാനുള്ള റിംഗ് ആണ് ഈ VP റിംഗ് എന്ന് പറയുന്നത്. ഫുഡ് റിംഗ് എന്ന് പറഞ്ഞാൽ താഴത്തുള്ളത് ദിസ് ഈസ് ഫോർ സ്റ്റാക്കിംഗ് ഫുഡ് റിംഗ്. And stay plates are for holding the VP ring. Okay. Then three stay plates will be there. ഇതൊരു കട്ട് സെക്ഷൻ ആണ് കേട്ടോ. LPG സിലിണ്ടറിന്റെ കട്ട് സെക്ഷൻ ആണ്. അകത്ത് ഇങ്ങനെ ഇരിക്കും. ഉണ്ടല്ലേ തിക്നെസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Is it visible? Because I can't see my camera view. Yes sir, it's visible. Okay. This is the thickness. This is the inside weld. This is the bunk area. This is the thread for valve. വാൽവ് വെക്കാനുള്ള, അതായത് ഈ പറയുന്ന ഈ വാൽവ് ഉണ്ടല്ലോ, വാൽവ് വെക്കാനുള്ള ത്രെഡ് ആണ് ഇത്. This is the thread for the valve area. And this is the stay plates. Stay plates പറഞ്ഞില്ലായിരുന്നു. അതാണ് stay plate. ഇതാണ് VP ring. VP ring ഈ വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള VP ring ആണ്. ഓക്കെ. ഇതാണ് അകത്ത് കാണുന്ന വ്യൂ. ഇത്രയും തിക്നെസ് ഉണ്ട് ഇതിന്. ഇത്രയും തിക്നെസ് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 121.6 121.6 bars required to break this. That is equivalent to 1763 psi. That much pressure will be required to break this metallurgy. Bunk area, I already told. Bunk area is here. Here is the bunk area, and to the bunk area only we are fixing the valve. Another marking on LPG cylinder is this D06. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is for identifying the next due date for hydrostatic pressure test. അടുത്ത പ്രഷർ ടെസ്റ്റിനുള്ള ഡ്യൂ ഡേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ABCD means each quarter. ഓരോ ക്വാർട്ടറുകള് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ A, B ആണെങ്കിൽ എന്താണ് ഏപ്രിൽ മെയ് ജൂൺ, C ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, D ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ. ഇങ്ങനെ 4 ആക്കി ഒരു വർഷത്തെ വിഭജിച്ചിട്ട് ഓരോരോ ക്വാർട്ടറിൽ അത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ടെസ്റ്റിന് വിധേയമാക്കണം എന്ന് മനസ്സിലാക്കാനാണ്. ഇത് പഴയ ഒരു സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ D24 എന്നാണ് എഴുതുന്നത്. D24 കാണാൻ പറ്റുന്നുണ്ടോ? Is it visible? D24 maybe in a mirror view image. This is D24 and this D24 indicating it is due for hydro test on 2024 December. 2024 ഡിസംബറിലാണ് ഇത് ഹൈഡ്രോ ടെസ്റ്റിന് വിധേയമാക്കേണ്ടത്, മാക്സിമം വിധേയമാക്കേണ്ടതെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. There is meaning for each and every words we are using in a LPG cylinder. LPG cylinderന്റെ ഓരോരോ ഭാഗങ്ങളാണ്. This is stay plate 31.4 centimeter is the width and height is double of that. 62.5 centimeter is the height.
And this is the completely welded cylinder. VP ring you can see here, stay plates also you can see here. Body weld, ഇവിടെ ഒരു വെൽഡ് ഉണ്ട്, ഇവിടെ ഒരു വെൽഡ്. ഫസ്റ്റ് വെൽഡ് മെയിൻ വെൽഡ് ഈ കാണുന്നതാണ്. ഈ രണ്ട് പ്ലേറ്റുകൾ സിലിണ്ടറുകളെ യോജിപ്പിക്കുന്ന വെൽഡ് ഈ കാണുന്നതാണ്. ദെൻ ഫൂട്ട് റിങ്ങും ബോഡി വെൽഡും ഉണ്ടാവും. ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 29.5 30 കിലോത്തോളം വരും. മാക്സിമം ഇറ്റ് വിൽ ബി 30 kilograms ടോട്ടൽ വെയിറ്റ് ഇൻക്ലൂഡിംഗ് ദ പ്രൊഡക്റ്റ് വെയിറ്റ് ആൻഡ് ദ സിലിണ്ടർ വെയിറ്റ്. സിലിണ്ടറിന്റെ വെയിറ്റും പ്രൊഡക്റ്റ് വെയിറ്റും കൂടി ചേർന്ന് ഏകദേശം 30 കിലോത്തോളം ഭാരം ഈ പറയുന്ന സിലിണ്ടറിന് ഉണ്ടാവും. മാക്സിമം വർക്കിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ 65 ഡിഗ്രി സെൽഷ്യസ്. വി ആർ പുട്ടിംഗ് ദ സിലിണ്ടർ ഇൻ 65 ഡിഗ്രി സെൽഷ്യസ്. ഈവൻ അണ്ടർ ദ സൺലൈറ്റ് ഓൾസോ ഇറ്റ് ക്യാൻ ബിക്കം 65 ഡിഗ്രി സെൽഷ്യസ്. സൺലൈറ്റിന്റെ സൂര്യപ്രകാശത്തിന് താഴെ കൊണ്ടുപോയി സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 65 ഡിഗ്രി സെൽഷ്യസ് ഓളം ആവും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇതിന്റെ മാക്സിമം വർക്കിംഗ് പ്രഷർ 16.87 kg ആയിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. 16.87 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 16.87 kg equivalent to 240 psi. Minimum thickness is of 2.4 mm. Hydro test എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന D24 എന്ന് കണ്ടില്ലേ, we have seen D24. It is arriving in by this way. First hydro test will be after 10 years and second will be after 5 years and so on. 25.35 kg we are doing this test. 25.35 kg എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് കേട്ടോ. 25.25 kg എന്ന് പറഞ്ഞാൽ ഏകദേശം this is almost 355 psi. We are filling our tire with 32 psi only. I am talking about the hydro pressure of 355 psi. 32 is the tire filling pressure and we are hydro testing in 355. That is the difference. You need to compare the tire pressure with this. Tire pressure is 32. We are hydro testing in 355 psi. Pneumatic test also will be carrying out and it is done on 10 kilogram per centimeter square. And burst ഒരു batch in we are taking one cylinder from a batch and doing a burst test. Burst test il എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. We can see how burst test സിലിണ്ടർ പൊട്ടിയ രീതി ഒന്ന് നോക്കിക്കോളൂ. ആ പൊട്ടിയ രീതി നീളത്തിലുള്ള കീറിയിരിക്കുകയാണ്, വട്ടത്തിലല്ല. ഇറ്റ് ഈസ് broken in a straight line from the top, not as a transverse curve. It is not a curve nature, it is in a straight line. എന്തുകൊണ്ടാ ഇങ്ങനെ ഒരിക്കലും സിലിണ്ടർ LPG സിലിണ്ടർ കീറാറില്ല. It will not break in a circumferential way, it will only break in longitudinal way. And we will see its pressure. നമുക്ക് അതിന്റെ പ്രഷർ എത്രത്തോളം ആയി നോക്കിയേ കേട്ടോ. 121.6 bars was the bursting pressure and that is equivalent to 1763. 1763 psi ആണ് 121 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പ്രഷർ കയറിയിട്ടാണ് ഇത് പൊട്ടിയേക്കണത്. It burst only at 121.6 bar, that is equivalent to 1763.6 psi. Our tire filling pressure is maximum 32 psi. 32 and 1763. You compare with this.
You see the bulged nature of LPG cylinder. Before exploding, this will have a bulgy appearance. Why I am telling this? If there is a fire inside a building and LPG cylinder inside that area is in a bulged state, you should not go inside that burning building. That will be very risky. If the LPG cylinder is not bulged and it is in an intact position, intact shape, there is no problem at all. ഒരു ബിൽഡിംഗ് കത്തുകയാണ്, നമ്മൾ അതിന്റെ കറക്റ്റ് LPG ഷേപ്പ് സിലിണ്ടറിന്റെ ഷേപ്പിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ വീർത്തിട്ടുണ്ടെന്ന് വെച്ചോ, അപ്പോൾ അതൊരു പ്രശ്നമാണ്, അങ്ങോട്ട് അകത്തോട്ട് കയറി പോകരുത്. അതായത് ഫയർ ഫൈറ്റേഴ്സിനോടാണ് പറയുന്നത്. ഫോർ ഫയർ ഫൈറ്റേഴ്സ് ഓൺലി ഐ ഹാവ് ടോൾഡ് ദിസ്. Then different parts of LPG cylinder, പല പാർട്ടുകൾ നമുക്ക് പറയാം. For about cylinder I have already told. And next is self-closing valve, SC valve, self-closing valve. ഇതാണ് self-closing valve. Self-closing valve ഇവിടെ ഇരിക്കുക. Self-closing valve will be here. Self-closing valve കാണുന്നുണ്ടല്ലോ അല്ലേ ക്യാമറയിൽ? Self-closing valve will be here. ഇത് full time closed പൊസിഷനിലായിരിക്കും. It will be in closed position until a regulator fit into it. ഒരു റെഗുലേറ്റർ ഇതിന്റെ മുകളിൽ വരുന്ന വരെ ഇത് ക്ലോസ് പൊസിഷനിലായിരിക്കും. റെഗുലേറ്റർ ഓപ്പൺ ആയാലാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. ഇല്ലേ, റെഗുലേറ്റർ ഓപ്പൺ ആയാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അതുവരെ എന്തായിരിക്കും? ഇത് ക്ലോസ് പൊസിഷനിൽ തന്നെ ആയിരിക്കും, ഫുൾ ടൈം ക്ലോസ് ആയിരിക്കും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് 25.35 kg/cm²ലാണ് ഇതിന്റെ ഹൈഡ്രോ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അത്രയധികം സേഫ് ആണ്. 5 kg ആണ് ടോട്ടൽ സിലിണ്ടറിലുള്ള പ്രഷർ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. 5 kg is the cylinder pressure, and we are hydro testing in the valve in self-closing valve in 25.35 kg/cm². Pneumatic test also will be conducted on 70 kg/cm². And this is this self-closing valve. This will be on top of LPG cylinder, and it is a cutaway section. Cutaway. ഈ കാണുന്ന ഈ ഭാഗം this area will be, it's like a nail. The nail പോലെയാണ് top also. The regulator ഈ ഭാഗം, this part of the regulator will be nailed into the top of this safety valve, so that the LPG gas will go into here and it will escape to regulator area. Regulator ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ആണി പോലെ ഇരിക്കുന്ന ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് തറഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് LPG ഗ്യാസ് അകത്തോട്ട് കയറി ഇതുവഴി ആ LPG ഗ്യാസ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ LPG ഗ്യാസ് ഇതുവഴി കയറി ഇങ്ങോട്ട് വരുന്നത് ഓൺ ആക്കുമ്പോൾ ഒരു നെയിൽ പോലെ, ഒരു ആണി പോലെ ഒരു സാധനം താഴത്തേക്ക് വരുന്നു. വാൽ ബോഡി ഓറിംഗ് ഇവിടെ നിങ്ങൾക്ക് കാണാം. സീറ്റ് റീറ്റെയിനർ ഓർബിനർ, റബ്ബർ സീറ്റ്, ആൻഡ് ദിസ് ഈസ് സ്പ്രിംഗ് ആൻഡ് റീറ്റെയിനർ. യു ക്യാൻ സീ ഓവർ ഹിയർ. And there will be a lot of marking on SC valve. Self-closing valve will തന്നെ ഒരുപാട് മാർക്കിംഗ് ഉണ്ടാവും. Manufacturer's name will be there, lot number will be there, test pressure will be there, ISI mark will be there, year of manufacture, IS code, all those things will be there. The domestic pressure regulator ആണ്. Flow ഇത് വെച്ചിട്ടാണ് we are regulating the flow by this. This is the cutaway section. This is the model for cutaway. On off. While it is we are opening, while keeping it this on, this nail will be coming out. This nail will be coming out and pressing the valve, so that the gas will be escape. Gas like the escape ആയി പുറത്തേക്ക് വരുന്നതായിരിക്കും. LPG എങ്ങനെ പുറത്തേക്ക് വരുന്നതെന്ന് കാണിക്കുന്നതാണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്ലോ. LPG സിലിണ്ടറിൽ നിന്ന് മുകളിലോട്ട് പോയി അതിന്റെ നോസിൽ വഴി പുറത്തേക്ക് വരുന്നതാണ് ഈ LPGയുടെ ഫ്ലോ. LPG ഗ്യാസിന്റെ റെഗുലേറ്ററിൽ കൂടിയുള്ള ഫ്ലോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലോസ് ആൻഡ് ഓപ്പൺ, ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ ദിസ് ഏരിയ. ആകെ ഡിഫറൻസ് ഉള്ളത് ഈ ഭാഗത്താണ്, ആകെ വ്യത്യാസമുള്ളത്. ദിസ് നെയിൽ വിൽ ബി സ്ലൈറ്റ്ലി ഡൗൺ സൈഡ് വൈൽ വാൾവ് ഇൻ ഓപ്പൺ കണ്ടീഷൻ. വാൾവ് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഈ നെയില് കുറച്ച് താഴ്ത്തായിരിക്കും ഇരിക്കുക, താഴത്തോട്ട് വന്നിട്ടുണ്ടാവും. അത് താഴത്തോട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഇത് കമ്പയർ, ഇഫ് യു ആർ ലുക്ക് ക്ലോസ്ലി, ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഇൻ ദിസ് ഏരിയ.
സേഫ്റ്റി ക്യാപ്സ്. ഇനി അടുത്ത് പറയുന്ന സേഫ്റ്റി ക്യാപ്പാണ്. ഇത് സീലല്ല, ഇത് ക്യാപ്പാണ്. ഇതിന് this can withstand pressure of 70 kg/cm² and the pressure inside the cylinder is only 5 kg and it is designed for 17 kg. 5 kg പ്രഷർ ഉള്ള സിലിണ്ടറിൽ 17 kg പവർ ഉള്ള ഒരു സേഫ്റ്റി ക്യാപ്പ് കൊടുത്തേക്കാണ്. ഈ കപ്പ് കാണുന്ന ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന്, ഈ ക്യാപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ മുകളിൽ നിന്ന് റെഗുലേറ്റർ വെക്കണതിന് മുമ്പേ ലീക്ക് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ക്യാപ്പ് ഇട്ടാൽ മാത്രം മതി. വെറുതെ ക്യാപ്പ് ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. We don't have to do anything else. Only we need to put a cap over it if there is a leak, even before putting the regulator on. Okay. This is not known to any most of the people. This cap normally people thrash with hammer by thinking it is a seal. The seal ആണെന്ന് വിചാരിച്ച് ഹാമർ വെച്ച് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് ആക്ച്വലി സേഫ്റ്റി വാൽവ് ആണ്. വേറെ എല്ലാ സാധനങ്ങളും ഫെയിൽ ആയാലും ഇത് കീപ്പ് ചെയ്ത് ഇത് പുട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രഷർ ഇതിൽ ഹോൾഡ് ആവും. ഈവൻ ഇഫ് എവരി സേഫ്റ്റി സിസ്റ്റം ഫെയിൽസ്, if a regulator fails, hose fails, stove fails, stove knob fails, even then we can use this to hold the entire pressure inside the cylinder. ഒരു സിലിണ്ടറിലുള്ള എല്ലാ പ്രഷർ ഫുൾ പ്രഷർ ഹോൾഡ് ചെയ്യാനുള്ള ശേഷി ആ ക്യാപ്പിനുണ്ട്. ക്യാപ്പ് ഇടേണ്ട കേസ് മാത്രമേ ഉള്ളൂ, പൊട്ടിച്ചളയരുത്. അത് ഉരണ്ട വിധം എന്താണ്? വലിക്കുക, ഇതെങ്ങ് വലിക്കുക, പൊക്കിയെടുക്കുക, വെറുതെ സിമ്പിൾ ആയിട്ട്. ഓൺലി വി നീഡ് ടു പുൾ ആൻഡ് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്. Simple. O-ring. There is an O-ring in the valve. This O-ring making it tight with the regulator and valve connection will be through the O-ring. O-ring failure also can make leaks. If regulator is connecting and O-ring is not holding, there will be leak in between valve and regulator. PVC seal. This is coming on top of it. Idana seal ennu njan nerthe paranathu. On top of this PVC seal also will come. This is the tamper, whether we can see whether it is tampered or not. Vera ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ സീലാണ് നോക്കുന്നത്. അല്ലാതെ ഇതല്ല PVC seal ആയിട്ട് ഉപയോഗിക്കുക. ഇത് ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് there will be another seal giving you indication that it is not used by anyone. വേറൊരാൾ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒരു സീൽ അതിന്റെ മുകളിൽ ഉണ്ടാവും. അതും ചെക്ക് ചെയ്യാം. സുരക്ഷാ ഹോസ്. Then after this regulator, one hose will be connected and it will be connected to stove. That is hose. All the companies are recommending buying for Suraksha hose. It will be weatherproof, flame proof, and rats can destroy hose. എലികൾ കടിക്കൂല, അതിൽ തീ പിടിക്കില്ല, വെള്ളമൊന്നും ഏറ്റാലും അതിന് കുഴപ്പമില്ല എന്നുള്ള ഹോസുകളാണ് ഈ സുരക്ഷാ ഹോസുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് we can go into the cylinder, LPG cylinder installation and all checkings. While you getting an LPG cylinder, you can wait whether it is enough or not. You can check. You can check the seal and safety cap. Safety cap um seal um check cheyanam. Idana safety cap. Seal njan nerthe inde model varuna sambhavam. Then check for leakage from cylinders. From the cylinder, if there is a leak, you can very well tell to the person who is delivering it. Cash memo you can ask. Blue book, there will be a blue book and make an entry in blue book by the delivery man. അതിന്റെ വെയിറ്റ് നോക്കണം, സീലും ക്യാപ്പും നോക്കണം, സേഫ്റ്റി ക്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം, സിലിണ്ടറിൽ നിന്ന് ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം, ക്യാഷ് ഉണ്ടോ മെമ്മോ മേടിക്കണം, ബ്ലൂ ബുക്കിൽ എൻട്രി ചെയ്യിക്കണം. പ്രിക്കോഷൻ ടു ബി ടേക്കൺ ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് സ്റ്റോറേജും ഹാൻഡ്ലിംഗ് സമയത്ത് നോക്കേണ്ടത് നോക്കാം. വെർട്ടിക്കൽ നെട്ടനെ ആയിരിക്കണം വെക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ഹൊറിസോണ്ടൽ പൊസിഷൻ, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വാൽവ് വിൽ ബി ഇൻ ദ ഹൊറിസോണ്ടൽ പൊസിഷൻ ആൻഡ് ലിക്വിഡ് LPG, ഇഫ് ദർ ഇസ് എ ലീക്ക്, ലിക്വിഡ് LPG കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. ലിക്വിഡ് ആയിരിക്കും, ദ്രാവക രൂപത്തിലുള്ള LPG ആയിരിക്കും പുറത്തേക്ക് വരാം. ആൻഡ് if liquid LPG is coming out, it will expand to 250 times. 250 ഇരട്ടിയായിട്ട് ഈ പറയുന്ന ലിക്വിഡ് LPG പുറത്തേക്ക് വരും. Okay, liquid LPG gas വരുമ്പോൾ 250. So one drop of LPG liquid is equal to 250 drops of LPG gas. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുമ്പോൾ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ 250 തുള്ളിക്ക് സമമായിരിക്കും.
So ensure proper ventilation, flammable materials, the presence of flammable materials should not be there near to the cylinder. അഗർബത്തി ദിയ മുതലായ കാര്യങ്ങൾ, അതായത് ഇത് കൊതുകിന് ഓടിക്കാനുള്ള എന്തെങ്കിലും കത്തിച്ചു വെക്കുന്നതോ അഗർബത്തി ഒന്നും അതിൻ്റെ അടുത്ത് പാടില്ല. Pressure regulator should be in off position after use. Keep the stove on platform, and the stove should be in an elevated area than the cylinder. Cylinder-നും മുകളിലുള്ള ഏരിയയിലായിരിക്കണം സ്റ്റവ്, താഴത്ത് ഇതേപോലെ ഇടരുത്. Periodic checks, and in 2 years you give your stove for servicing. Servicing വേണ്ടിയിട്ട് സ്റ്റവ് 2 കൊല്ലത്തിനുള്ളിൽ കൊടുക്കുക. And you change the സുരക്ഷാ hose, that hose connecting with the LPG cylinder in 5 years. 5 കൊല്ലത്തിലൊരിക്കൽ ആ ഹോസ് മാറ്റി കളഞ്ഞേക്കണം. എങ്ങനെയാണ് സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. How to connect the stove and cylinder. First, remove safety cap. I already told. Pull പതുക്കെ ഒന്ന് വലിച്ചിട്ട് പൊക്കി കൊടുക്കാം. Then to mount on the regulator on the filled cylinder, you put the regulator on top of it by holding the black cap. There will be a black area. It is a cutaway portion. That's why it is not showing. That I will show in the video. And at that time it should be in off position. ഇത് ഓഫ് പൊസിഷനിലായിരിക്കണം. ആൻഡ് ഗ്രിപ്പ് കൊടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് ബുഷ് വലിച്ചതിന് ശേഷം അത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിനു ശേഷം ഒന്ന് തിരിക്കുകയും കൂടി വേണം. It should be give a gentle swell also. Then you will hear a click sound. Click soundും കേൾക്കാം. അത് ലോക്കായി എന്നുള്ള ഇൻഡിക്കേഷൻ ആണ് അത്. റെഗുലേറ്റർ ചെക്കുകളിലേക്ക് ഒന്ന് പോവാം. Disconnect ചെയ്യുന്നത് എങ്ങനെയാണ്? The same way, reverse manner. Put all flames and fires in the kitchen room. എല്ലാ തീയെല്ലാം കെടുത്തിയതിനു ശേഷം close all the taps on the burner. എല്ലാ നോബും ഓഫ് ആക്കിയതിനു ശേഷം then grip the regulator and pull the bush. ഇവിടെ ഒരു bush ഉണ്ടാവും. ആ black bush need to be pushed back. Then give a rotating effect. ഒരു rotating effect, ഒരു കറക്കം കൊടുത്തിട്ട് പൊക്കിയെടുക്കാം. അതിനുശേഷം after that you should place the safety cap on top of it. അതിനുശേഷം ഇതിന്റെ വാലിന്റെ മുകളിൽ സേഫ്റ്റി ക്യാപ്പ് ഇട്ടിട്ട് ഞെക്കണം, താഴ്ത്തണം. And press it. At that time also you will get a distinctive click sound. Hose എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. How we will remove a hose. And it's a hot water. Hot water, if we are using hot water, that will be detached easily. Then rotate. It will be removed easily. A fault over here. This is a good regulator. That movement should be perfect. Spring action should be there. Otherwise, we can't. If it is not coming back, not coming back, it is better to replace. If it is not going back, the sim will be.
Then level checking. How can we can't see the LPG in liquid inside the cylinder. How can we check the level inside the cylinder? Level of LPG inside the cylinder. നമുക്ക് എങ്ങനെ കാണാത്ത ലെവല് LPG യുടെ ലെവല് നമുക്ക് കാണാൻ പറ്റില്ല പുറത്തുനിന്ന്. ഇതേപോലെ ഗ്ലാസ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നല്ലോ. ഇത് ഗ്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഗ്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. വെള്ളത്തില് ഒരു തുണി നനച്ചതിന് ശേഷം ഒന്ന് തുടക്കുക, ഫുള്ളായിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം, തുടച്ചതിന് ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി കാണുന്ന ഈ നനഞ്ഞ ഭാഗമുള്ളതാണ് ലെവൽ. ആ നനവില്ലാത്ത ഭാഗം ആണ് ഗ്യാസ് ആണ് അവിടെ ഉള്ളത്. ലിക്വിഡ് LPG അല്ല. ആക്ച്വലി LPG ഉള്ളത് ആ കാണുന്ന ലെവലിലാണ്. അതിന്റെ ശാസ്ത്രീയ ഇല്ല. തുടച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ കാണുന്ന വെട്ടായിട്ടുള്ള ഏരിയ ആണ്, നനഞ്ഞ ഏരിയ ആണ് ആക്ച്വലി LPG. Then before use, it should be in an upright condition. നല്ല കാറ്റ് വായു സഞ്ചാരമുള്ള ഏരിയ ഇരിക്കണം. It should be in the upright position. നെട്ടനെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പിന്നെ ജനലിന്റെ അടുത്ത് വായു ഒരുപാട് കാറ്റടിക്കുന്ന സ്ഥലത്ത് വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണർ കെട്ടുപോയി നമ്മളറിയാതെ തന്നെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്തേക്കാം. ചൂടുള്ള തീയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കരുത്. വി ഷുഡ് നോട്ട് പ്ലേസ് ദ സിലിണ്ടർ നിയർ ടു ദ ബേണിംഗ് സോഴ്സ്. Then safety cap should be detached safely. After use, we should close the regulator now. Health hazard, ഇതിന്റെ health hazard എന്ന് പറയുന്നത് is a non-toxic. ഇതിന് വിഷമയമായിട്ടുള്ള അവസ്ഥയില്ല. If we are there is lot of concentration of it in that area, that will lead to displace the oxygen. We will feel breathing difficulty. നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ വേറൊരു പ്രശ്നം ഇതിനില്ല. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒരുപാട് കോൺസെൻട്രേഷൻ വന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് it burns by freezing. If there is a liquid LPG coming out of the cylinder by leak, and if you are touching there, that will cause cold burn. ഒരു എന്താണ് മഞ്ഞക്കടി എന്നൊക്കെ പറയും. ഒരു ലീക്ക് ആയിരിക്കുന്ന ലിക്വിഡ് പുറത്തോട്ട് വന്ന് അത് കയ്യിലായി കഴിഞ്ഞാൽ പിറ്റേന്ന് ആ ഭാഗം മൊത്തം പൊളച്ചു പോവുകയും അതിനെ മഞ്ഞക്കടി എന്നാ പറയാം. LPG ലീക്കുകളെ പറ്റി നോക്കാം. ഇനി പലതരത്തിലുള്ള LPG ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ if there is a leak, do not panic. പേടിക്കേണ്ട കാര്യമില്ല. Close the regulator and burner knob. In case of leak, do not operate electrical switches or appliances in the room, because each on and off will create single sparks inside the switch. That will create a explosion inside the room if there is a LPG leak. LPG leak അവിടെ ഉണ്ടെങ്കിൽ ഓണും ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കത്തുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക് സപ്ലൈ നീഡ് ടു കട്ട് ഓഫ്. അവിടുത്തെ ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്യുക. പിന്നെ ഓപ്പൺ ഓൾ വിൻഡോസ് ആൻഡ് ഡോർസ് ടു എൻഷുർ ദ വെന്റിലേഷൻ. വെന്റിലേഷൻ കൂട്ടാനായിട്ട് നമ്മൾ അവിടെ ഉള്ള ഡോറുകളും ജനലുകളും തുറന്നിടാം. ആ സിലിണ്ടറിന്റെ മുകളിൽ ക്യാപ്പ് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ക്യാപ്പില്ല. ദിസ് വി നീഡ് ടു ഫിക്സ് ഇൻ ടു ദ സിലിണ്ടർ ടോപ്പ്. പിന്നെ കൺട്രോൾ ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിന്റെ എമർജൻസി സർവീസ് കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. ആൻഡ് LPG ഈസ് ഹെവിയർ ദാൻ എയർ. എയറിനേക്കാളും കൂടുതലായതുകൊണ്ട് താഴത്ത് തറനിരപ്പിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് എല്ലായിടത്തും പരന്നുകൊണ്ടിരിക്കുക. And we will see, you should not try this in your home. This is for a training purpose only. LPG leaking at open space. LPG liquid phase ഒരു ഓപ്പൺ ഏരിയയിൽ ലീക്ക് ആവുന്നതിനെ പറ്റിയാണ് കാണിക്കുന്നത്. This LPG is leaking. This LPG is leaking. ഈ LPG സിലിണ്ടർ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞകടി, the frost bite or cold burn will be
if it is ice, if we are touching in that area, we will get a frostbite. Because there is leak from the top, the ice formation. ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. If you are Sir, your sound is not audible. is my sound or the video sound? Both, sir. I thought you are speaking now. Now it is audible. Your sound is audible now. Video has no sound. What about now? No, sir. The video. Video sound illathadu. Okay, video not sound illathadu. Video ഒക്കെ ആക്ച്വലി അതിലൊന്നും പറയുന്നില്ല. Okay, I will reshare it again. നേരത്തെ കാണിച്ച വീഡിയോകളുടെ ഓഡിയോ ഉണ്ടായിരുന്നു സാറേ? Whether there was audio? ഇല്ല, only video. Okay. I will reshare it then. Is it okay? It's okay. Okay. So don't try this in your home anywhere. Yeah. How audio is? If you're talking, just pause the video in between. Just pause the video if you are talking, okay? Otherwise, no one will hear anything. Okay. Okay. Can't talk with the video playing. This is about the LPG. Okay, that was the liquid LPG coming out. Just to show you, this is the liquid LPG coming from a cylinder, and should not try any of that anywhere. Then we will see some fire scenarios. While talking about the fire, for happening of a fire, there should be minimum three items available in that area. One more item should be that is chemical reaction that I am not showing here, because this is the only thing we need to know at the kitchen level. ഒരു അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതലും അറിയേണ്ടത് ഈ 3 ഐറ്റംസേ ഉള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ കൂടി വരുന്നുണ്ട് ടെട്രാഹീഡ്രൻ എന്നുള്ള രീതിക്ക്, അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. സോ മിനിമം തിങ്സ് ആർ, ഒന്ന് ഫ്യൂവൽ വേണം. LPG വി ഹാവ്, LPG ആണ് ഫ്യൂവൽ.
പിന്നെ ഇന്ധനം എന്ന് പറഞ്ഞാൽ LPG ആണ്. ഓക്സിജൻ നമ്മുടെ വായുവിലുണ്ട് ഓൾറെഡി. ഇഗ്നീഷൻ സോഴ്സ് എന്താണ്? ഹീറ്റ് എന്തെങ്കിലും സ്പാർക്ക് കൊടുക്കുന്നതാണ് ഇഗ്നീഷൻ സോഴ്സ്. ഈ മൂന്നെണ്ണം ഇല്ലാതെ ഒരു തീപിടുത്തം ഉണ്ടാവില്ല. ഓരോരോ സിനാരിയോസ് നമുക്ക് നോക്കാം. We will see some scenarios of LPG fire. Leak and fire from LPG stove. പല പല ഫയറുകളുടെ ഒന്ന് കാണിക്കുകയാണ്, എന്നിട്ട് അതെങ്ങനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വാട്സാപ്പ് വീഡിയോ ആയിരുന്നു. പണ്ട് മൊബൈലിൽ നിന്നാണ് കത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാട്സാപ്പ് വീഡിയോ ആയിരുന്നു. This is the WhatsApp video telling them from mobile this fire happened and all. And we will see what happened actually. That fire was coming from under the stove because there was leak under the stove, and that fire happened through the stove only while she tried to ignite the stove. ആ സ്റ്റവ് ഓണാക്കാൻ നോക്കിയപ്പോൾ സംഭവിച്ച അതിന്റെ അടിയിൽ നിന്ന് LPG അവിടെ ലീക്കായി കിടപ്പുണ്ടായിരുന്നു. LPG സ്റ്റവിന്റെ അടിയിൽ അവിടെ നിന്നാണ് ആ ഫയർ പിടിച്ചത്. ലീക്ക് ആൻഡ് ഫയർ ഫ്രം റെഗുലേറ്റർ വേറൊരു ഇൻസിഡന്റ് ആണ്. ഇൻസിഡന്റ് അല്ല, ഇതൊരു ട്രെയിനിങ് വീഡിയോ ആണ്. ദിസ് ഇസ് എ ട്രെയിനിങ് വീഡിയോ. We will see how water will deal with LPG. If there is an LPG fire and we are pouring water into it, what will happen? We will see. LPG fire ഉണ്ടാവുകയും അതിന്റെ മുകളിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കൊന്ന് കാണാം. ഇത് വെള്ളം കോരി ഒഴിക്കുകയല്ല ചെയ്തത്, വെള്ള കുളത്തിലേക്ക് എറിഞ്ഞിടുക ചെയ്തത്. Actually he put the cylinder into the water. It is immersed. The LPG cylinder immersed in water. Still there is fire. So the thing we need to know is water can't extinguish a LPG fire. Okay. Don't try any of this in your home or anywhere. This is done by experts. Okay, that valve area is fully immersed. Still there is water. Still there is fire. Sorry, that cylinder is fully immersed. The valve area is fully immersed. Still there is fire. So water can't do anything to LPG fire. LPG, if we pour water into the LPG fire, nothing will happen. That fire will be there. In a rare video, another video. This video don't have audio. You can see. തീ പിടിച്ചിട്ടുണ്ട്. ഓൾറെഡി ആ സിലിണ്ടറിന്റെ മുകളിൽ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു. ആ ഹോസ് കാലങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. There was leak from the cylinder area also, but and now that also got ignited. That cylinder area leak also got ignited. ഇവിടെ കത്ത് പിടിച്ചപ്പോ താഴെ ഉണ്ടായിരുന്ന ലീക്കും കൂടി കത്ത് പിടിച്ചിട്ടുണ്ട്. ഒരാൾ അപ്പുറത്തുനിന്ന് somebody is pouring sand to the fire. Sand മണലെടുത്ത് എറിയുന്നുണ്ട് ആ തീയിലേക്ക്. ഒരു ഷവലിനാണ് കോരുന്നത്. In a shovel he is taking the sand and pouring over the fire. At the side of the road people are taking out their vehicle because they know now an explosion is going to happen. So they are clearing the road. Somebody taken water in a pot and pouring it. Nothing is happening. Sand and water, nothing can be done to an LPG fire.
ഒരു LPG ഫയറിലേക്ക് വെള്ളമോ മണലോ ഒഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ തീ അങ്ങനെ തന്നെ കത്തും. അപ്പൊ ഒരു വ്യക്തി മുമ്പോട്ട് വന്നിട്ടുണ്ട്. വൺ ഗൈ കേം ഓവർ ദർ. അവര് ഓൾറെഡി ഇതേപോലെയുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തവരായിരുന്നു എന്ന് തോന്നുന്നു. Those guys might have attended training like this and they have extinguished this in a very well manner. അവര് നല്ല രീതിക്ക് അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്തു. സിമ്പിൾ ആയിട്ട് അത് കഴിഞ്ഞു. Simply they have extinguished. How to extinguish that we will see. Before going to the extinguishment, we will see one more video about the explosion in a burning building. ഒരു കത്തുന്ന വീട്ടിൽ ഉണ്ടായ ഒരു എക്സ്പ്ലോഷൻ കൂടി കണ്ടിട്ട് എങ്ങനെ ഇതെല്ലാം എക്സ്റ്റിംഗ്വിഷ് ചെയ്യാം, LPG ഫയർ കെടുത്താം എന്നുള്ളത് നോക്കാം. This was happened in Kerala only in a burning building and LPG. പോലീസിനെ കെടുക്കാം, പോലീസിനെ നടന്ന് ഇഷ്ടം തോന്നുന്നുണ്ടോ? പോട്ട് അത് ചൂടായിട്ടുണ്ടായിരുന്നു. വണ്ടി അവിടെ നോക്കുക, വണ്ടി വരണ്ടേ? എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. Those peoples over there, there is LPG cylinder and there was an explosion. So because of the LPG leak on LPG കത്തിയത് കൊണ്ടല്ല ആ LPG cylinder പൊട്ടിയത്. An LPG cylinder won't break by its own heat, by the heat coming from its own temperature, because while leaking the temperature of the cylinder actually reducing. Actually these LPG cylinders are exploding while they are impinged by some other fire. വേറൊരു തീ വന്ന് അതിന്റെ മുകളിൽ പതിക്കുമ്പോഴാണ് LPG cylinder പൊട്ടിത്തെറിക്കുക. അത് പൊട്ടിത്തെറിക്കണേക്ക് മുമ്പ് before the explosion that LPG cylinder will have a deformation like I have shown you earlier. ഒരു ഡീഫോർമേഷൻ, ഒരു ഷേപ്പിൽ വ്യത്യാസം, ഒന്ന് വീർക്കുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും. അങ്ങനെ ഒരു വീർക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടുത്തോട്ട് പോകരുത്. If you are seeing a bulging bulged shape for LPG cylinder, you should not go into that area. And now we will see how to extinguish the LPG fires. നമുക്ക് ഇനി എങ്ങനെയാണ് LPG ഫയറുകൾ എക്സ്റ്റിംഗ്വിഷ് ചെയ്യണമെന്ന് നോക്കാം. इसको मतलब फोल्ड कर सकते हो, बैन कर दीजिए तो क्या होगा, ये देखा मैंने बैन कर दिया, देखा ലീക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസിന്റെ അപ്പുറത്തു നിന്നാണ് ലീക്ക് എന്നുണ്ടെങ്കിൽ ആ ലീക്ക് ഒന്ന് മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലീക്ക് പോയി. ഓക്കെ, സോ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് തീർന്നു, ആ ഫയറും തീർന്നു. तो ये बंद हो गया. तो डरने वाली कोई बात है इसमें, आप लोग आसानी से इसको कर सकते हो. ठीक है, ये हो गया दूसरा तरीका. उसके बाद मैं रेगुलेटर को बंद कर दिया. अभी ഫോൾഡ് ചെയ്തതിനു ശേഷം റെഗുലേറ്റർ ഓഫ് ചെയ്യണം. വി നീഡ് ടു switch off the regulator after bending the hose if fire is at the downstream of the hose. मान लीजिए यहाँ पर आग लग गया, यहाँ पर ये पूरा आग जल के मतलब इसमें जल के ये पूरा खत्म हो गया, यहाँ तक आ गया. इस आग को मैं कहता इनी fire hose-ന്റെ അറ്റത്തല്ല. Now the fire is not at the tip of the hose. Now the fire is at the regulator area. Now इनी fire regulator area ലാണ്. ऐसे बुझाऊंगा, आप लोग देख सकते हो. ठीक है, पूरा प्रेशर में है. ठीक है, डरने वाली कोई बात नहीं. सबसे पहले आपको क्या करना है, अपने हाथों से इस रेगुलेटर के पास जाके इसमें बंद कर देना. ഫയർ ഫൈറ്റിംഗ് രീതി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഐ എം നോട്ട് റെക്കമെൻഡിങ് ദിസ് സോർട്ട് ഓഫ് ഫയർ ഫൈറ്റിംഗ് പ്രൊസീജിയർ. ഐ ഹാവ് ഷോൺ ദിസ് ഓൺലി ടു ടെൽ even this is safe. If the fire has just started, ipo annu start cheyidollu, if the fire has just started, then even this will not extinguishment is not a problem. But the thing is, if you can take hand to this level, you can very well switch off the regulator. Regulator off cheyana ennadana കൂടുതൽ safe. അവിടെന്ന് തന്നെ regulator off ചെയ്യാം. Okay, better than this is to switch off the regulator from that area itself. If you can access the hand to that level, you can very well switch off the regulator. है ना, बिल्कुल आसान है ना. उसके बाद I have shown this only to show even this is safe if the fire has just started. क्या करना, इस रेगुलेटर को बंद कर देना है. मैंने रेगुलेटर बंद कर दिया. रेडी, 1 2 3.
അടുത്തത് if regulatory area is not accessible, നമുക്ക് റെഗുലേറ്ററി ഏരിയയിലോട്ട് കൈ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ വാവട്ടം ഇത്രയുള്ള ഈ ഗ്യാസ് സിലിണ്ടറിന്റെ അത്രയുള്ള വാവട്ടമുള്ള ഒരു ബക്കറ്റ് എടുത്ത് കമത്തിയാൽ മതി. if the regulatory area is not accessible to hand, take a bucket which have the diameter almost equivalent to the cylinder dia and put the cylinder over the valve area. So there is no oxygen cut ആയിട്ട് it will get extinguished. തീ കെട്ടു പോകും. ഓക്സിജൻ ഇല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു 3 എണ്ണത്തിൽ ഒരെണ്ണം ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇല്ലാതെ തീ കെട്ടു പോകും. देखा, लेकिन मैंने रेगुलेटर बंद नहीं किया, गैस जा रहा है, ठीक है. ശേഷം ബക്കറ്റ് പുറത്തെടുത്തിട്ട് റെഗുലേറ്റർ ക്ലോസ് ചെയ്യാം. अभी मैं रेगुलेटर बंद करने वाला हूं. नहीं पता सर, इसके हिसाब से होना चाहिए, इस सिलेंडर के हिसाब से होना चाहिए. मतलब यहाँ पे ऐसे पूरा मतलब ऐसे मतलब होना चाहिए, फिटिंग होना चाहिए, फिटेड होना चाहिए. फ्रेंड्स फिर से आग लग गया है मेरे पास. അടുത്ത രീതി നോക്കാം. നെക്സ്റ്റ് we are not able to access the regulatory area and we don't have any buckets of same dia. സെയിം ഒരേ വാവട്ടമുള്ള ബക്കറ്റ് അവൈലബിൾ അല്ല. റെഗുലേറ്ററിന്റെ അടുത്തോട്ട് കൈയും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. തീ പിടിച്ചു. बाल्टी नहीं है, ठीक है. तो मेरे पास क्या है, एक ब्लैंकेट है या फिर हम सब के घर में चादर है, बेडशीट है. तो आज हम लोग क्या करेंगे, इस कंबल के माध्यम से इस आग को बुझाएंगे. 1 2 3. നല്ല കമ്പിളി പുതപ്പെടുത്ത് നല്ല കട്ടിയിൽ മടക്കി കഴിഞ്ഞ ശേഷം അതിന്റെ മുകളിലിട്ട് അടിച്ചാൽ മതി. അതാണ് പറഞ്ഞത്. എന്നിട്ട് റെഗുലേറ്റർ അടഞ്ഞേക്കണം. ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു ക്ലോസ് ദ देखा, लेकिन मैंने रेगुलेटर बंद नहीं किया, अभी करने वाला हूं, ठीक है. कर दिया, ओके. अब देख सकते हो मेरा 2 हाथ. ഇനി നമുക്ക് കട്ടിയിലുള്ള കമ്പിളി പുതപ്പ് ഇല്ലാന്ന് വിചാരിക്കാം. if you don't have a thick കമ്പൾ, what we will do, we will see. है अपने तरफ हो रहा है, ठीक है. ये ऐसा नहीं होना चाहिए, ऐसा नहीं होना चाहिए, ठीक है. ऐसे होने से क्या होगा, जब आप इसके पास जाओगे तो फ्लेम आपका जो ये हाथ जला देगा. तो आपको करना क्या होगा, ऐसे करना होगा. കോട്ടൺ പുതപ്പ് എടുത്തിട്ട് കൈ ഉള്ളിൽ വരുന്ന രീതിക്ക് കോട്ടൺ പുതപ്പ് എടുത്ത് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഈ സിലിണ്ടറിനെ പുതപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് പുതപ്പിക്കുന്ന രീതി നമുക്ക് കാണാം. കൈ ഉള്ളിലായിരിക്കണം. കൈ ഉള്ളിലായിട്ട് വെള്ളം നനച്ച പുതപ്പ്, കോട്ടൺ പുതപ്പ് എടുത്തിട്ട് ചുറ്റിയാണ് കാണിച്ചു തരാം. ठीक है, ऐसे अपने तरफ, ठीक है. आप लोग देखते रहिए. फिर से मैं कर रहा हूँ. रेडी, 1 2 3. बंद हो गया. अभी मैं रेगुलेटर को बंद करने वाला हूँ. അതിനുശേഷം റെഗുലേറ്റർ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഏത് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്തതിനു ശേഷവും നമ്മൾ അവസാനം റെഗുലേറ്റർ അടച്ചിരിക്കണം. Okay, now you may feel those are done by professionals. How a civilian can do all these things? After training, civilians only doing the extinguishment. Training is completed and he is calling for the trainees attended over there. It is near to a complex. Nur, you shouldn't get it. Nur, madam. Yeah, sir. You are doing. സാധാരണ ജനങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയം തീർക്കാനാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ട്രെയിനിങ്ങിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റുള്ളവരെ വിളിച്ചു. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. ദാറ്റ് വാസ് എ റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് ഹി ഈസ് കോളിംഗ് ഫോർ ദ അറ്റൻഡീസ് ഓഫ് ദ ട്രെയിനിങ്. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. അപ്പൊ ഇത് അത്രക്ക് സിമ്പിൾ ആണെന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. जल्दी और कोई करना चाहेगा अपने आप? टायर खत्म हो गया। घर में कभी सिलेंडर को आग
This is these type of fire extinguishment can be done by anyone. ഇതേപോലെയുള്ള തീകെടുത്തൽ രീതികൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ രണ്ട് സ്ത്രീകൾ ചെയ്ത പോലെ. Like those women have done extinguishment, anyone can do it. इनी അടുത്ത ഒരു വീഡിയോ കാണാം. बात करते हैं एलपीजी सिलेंडर में फायर की. एलपीजी सिलेंडर तो आपको करना क्या है, उसको बंद करने के साथ कभी कभार आप after extinguishing LPG fires, there can be some other fire in the stove because some oily items may be preparing and there will be fire on that area. LPG fire എടുത്തതിന് ശേഷം ആ സ്റ്റവിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ ഉള്ള പാത്രങ്ങളിൽ തീ പിടിച്ചിട്ടുണ്ടാവാം. അതെങ്ങനെ കെടുത്താം എന്ന് നോക്കാം. देखा होगा घर में खाना बनाते टाइम, छोंक लगाते टाइम, तड़का लगाते टाइम कढ़ाई के अंदर आग लग जाती है. कभी आपके साथ ऐसी सिचुएशन हो जाए तो आपको करना क्या है उस टाइम पे. मान लीजिए कि इसके अंदर आग लग गई है खाना बनाते टाइम. आपको एक गीला कपड़ा करके निचोड़ना है. निचोड़ने के बाद आपको हमेशा जब भी आपको आग से और कपड़े के बीच में कांटेक्ट करना है तो आपको अपना हाथ पीछे रखना है. पीछे रखने के साथ साथ होगा कि आपके हाथ पे आग का कोई इम्पैक्ट नहीं होगा. तो इस केस में आपको करना क्या है, पास जाकर इसको ढक देना है. ढकने से होगा क्या, हवा की सप्लाई कट हो जाएगी और आग बुझ जाएगी. तुरंत बाद आपको कपड़ा नहीं हटाना है जब तक उसमें से धुआं निकलने ना लग जाए. अगर आप तुरंत हटाएंगे तो आग दोबारा से लग जाएगी और आसपास की चीजों को अपनी चपेट में ले सकती है. सो अब आप देख सकते हैं कि आग बुझ चुकी है. Okay. Okay, ഇതാണ് this is the end of my presentation. And to the world, you are just one person. For your family, you are the whole world. Be safe, be happy. Thank you. ഈ ലോകത്തിന് നിങ്ങളൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളാണ് ലോകം. വളരെ നന്ദി. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Yes, my dear friends, any questions? Any questions on what you have learned today? If you have any questions, please do ask. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കോൺവെർസേഷൻ നോക്കട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ആക്കി കൊടുക്കാമായിരുന്നില്ലേ? സംശയം ചോദിക്കട്ടെ. അഖിൽ ഒന്ന് അൺമ്യൂട്ട് ആക്കാമോ? Sir, they can unmute. We have already sent the option. Okay. There is one question from Jose Kuriachan. Yeah, please. Can you request the presenter to share the emergency contact numbers, including firefighting, medical emergency, local police contact? I think with respect to Ernakulam, you can mention. With respect to this city, you can mention those contact numbers. I think 1906 like that. 1906 is the LPG emergency contact number is 1906, and you can very well contact the nearby fire station also. 101, if you are putting 101, nearby fire station will be get contacted. Okay. 101 വിളിക്കാം, അല്ലെങ്കിൽ 1906 വിളിക്കാം. 1906 ഡെഡിക്കേറ്റഡ് ഒരു ഏരിയ ആണ്, ഡെഡിക്കേറ്റഡ് നമ്പർ ആണ് LPG എമർജൻസിക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, പ്രധാനമായിട്ട് അതാണ് വന്നിരിക്കുന്നത് ആലംഗീർ. ഓക്കെ ഓക്കെ, അതാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. What material is the seal and safety cap? That you already told. Safety cap you already told. That I already told. I will polyacetal. Yeah, that I already told. The polyacetal is the material. Yeah, that was already communicated. So we are going to the next session, that is vote of thanks. Mr. Alamgir has covered awareness talk
on LPG safety in a very good manner and a very good style also. He has started the session from the history of the crude oil and the LPG content, that the C3 and C4, that is propane, butane, etc. Then advantage of LPG also he has mentioned. What are the advantage? He has mentioned it clearly. And industrial and commercial applications of LPG also he had mentioned it. And the exploded view of that LPG cylinder he has clearly shown, and also the testing of LPG cylinder, about the safety cap, what the people are asking for, what is the material he has mentioned in the presentation. It is the polyacetal. It holds the pneumatic pressure of around 17 kg, and also fire scenarios also he has covered around 4 to 5 fire scenarios also. So I thank Alamgir for making our people more aware on LPG safety. So thanks a lot, Alamgir, for being with us today. Any other questions? Thank you very much. Okay, Alamgir. Okay, Thank you for okay, thanks a lot. giving me this, Okay. Akil, okay. Akil, Okay, sir. Thank you. okay, leaving. Okay, Alam. Oh.